ഡൊണാൾഡ് ട്രംപ് പല രീതിയിലാണ് ന്യൂസിൽ ട്രെൻഡ് ചെയ്യുന്നത്. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ചെയ്യുന്നത് ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. ഐക്യരാഷ്ട്രസഭ പോലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പാരലൽ സിസ്റ്റമാണോ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന രീതിയിൽ ചർച്ച വന്നു തുടങ്ങി. കാരണം ഇതിൻ്റെ ഭാഗമാകാൻ ഓരോ രാജ്യത്തിന് ബോർഡ് ഓഫ് പീസിൽ അംഗമാകാം. പ്രത്യേകിച്ച് പാകിസ്ഥാൻ റീസെൻ്റ്ലി ജോയിൻ ചെയ്തു. $1 ബില്യൺ കൊടുത്താലേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് ഈ ബോർഡ് ഓഫ് പീസ്? ശരിക്കും ഇതൊരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പാരലൽ സംവിധാനമാണോ? ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ബോർഡ് ഓഫ് പീസിൻ്റെ പ്രധാന ഇമ്മീഡിയറ്റ് അജണ്ട എന്ന് പറയുന്നത് ഇസ്രയേൽ പലസ്തീൻ ഇഷ്യൂവിൽ ഗാസേനെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം യുണൈറ്റഡ് നേഷൻസിന് ഒരുപാട് പ്രൊസീജറൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്. കാരണം ഇടപെടുന്നതിൽ ഒരുപാട് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ട്രംപ് പറയുന്ന ബോർഡ് ഓഫ് പീസിന് ഇതൊന്നുമില്ല. ഗാസയിൽ പോയി ഗാസയ്ക്ക് വേണ്ടിയുള്ള സീസ്ഫയർ ക്രിയേറ്റ് ചെയ്യുക, അവിടെ റീകൺസ്ട്രക്ഷൻ കൊണ്ടുവരിക, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സഹായം ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി. UN ചെയ്യാൻ സാധിക്കാത്തത് ഇവർക്കിത് ചെയ്യാൻ സാധിക്കും. അതിൽ പറയുന്ന എന്തുകൊണ്ടാണ് $1 ബില്യൺ എന്നൊക്കെ പറയുന്ന പല ഇൻ്റർനാഷണൽ ഏജൻസീസിനും ഫണ്ടില്ല. ട്രംപ് ഉണ്ടാക്കുന്ന ഒരു ഏജൻസിക്ക് ഒരുപാട് ഫണ്ട് ഉണ്ടാവണം. ഇതെല്ലാം ഹ്യൂമാനിറ്റേറിയൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ് ബോർഡ് ഓഫ് പീസിൻ്റെ പ്രധാന ഇമ്പോർട്ടൻറ്റ് അജണ്ട. കുറേ രാജ്യങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കയുടെ കൂടെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ, ടർക്കി, ഈജിപ്റ്റ്, പാകിസ്ഥാൻ വരെ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില യൂറോപ്യൻ രാജ്യങ്ങളും പ്രധാനമായിട്ട് യൂറോപ്പിലെ പ്രധാനപ്പെട്ട പവറും റഷ്യ, ചൈനയൊന്നും ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല. അവർ വളരെ ശ്രദ്ധയോടെ ഇത് ഒബ്സർവ് ചെയ്യാണ് ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് എന്തായിരിക്കും എന്നുള്ളത്. ഇനി പാകിസ്ഥാൻ എന്തിനായിരിക്കും ഇതിൽ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനിന് അമേരിക്കയുടെ കൂടെയുള്ള ഒരു ഡിപ്ലോമസി ടേബിളിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ വേണ്ടിയാണ്. കാരണം നാളെ അതൊരു ഡിപ്ലോമാറ്റിക് അറേഞ്ച്മെൻറ്റും കൂടെയാണ്. നാളെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ട് ആദ്യമേ കിട്ടാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഒബ്വിയസ്ലി ബോർഡ് ഓഫ് പീസിൽ വരുന്നത്. അല്ലാതെ ഗാസയിൽ സമാധാനം വേണമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കില്ലല്ലോ ഡെഫിനറ്റ്ലി. സോ അതൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇനി ഇന്ത്യ എന്തായിരിക്കണം ഈ ഒരു സിറ്റുവേഷനിൽ നോക്കണമെന്ന് വെച്ചാൽ, ഇന്ത്യ ഇതുവരെ ഇതിൻ്റെ ഭാഗമായിട്ടില്ല. ഇന്ത്യ ഇപ്പോഴും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫ്രെയിംവർക്കിനെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. സോ ഇനി വരും ദിവസങ്ങളിൽ ഇതെങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ, ഒരു പാരലൽ ഓർഗനൈസേഷൻ ബോർഡ് ഓഫ് പീസ് ഫംഗ്ഷൻ ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്തായാലും അമേരിക്ക ലീഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി അജണ്ടയും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ബോർഡ് ഓഫ് പീസിൽ ട്രംപിൻ്റെ തന്നെ ആയിരിക്കും. ഏറ്റവും രസം, ട്രംപിനെ ഇതിനകത്തുനിന്ന് പുറത്താക്കാൻ പറ്റില്ല. ട്രംപിനെ പുറത്താക്കണമെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവണം. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആൾക്കാരെല്ലാം ട്രംപിൻ്റെ ആൾക്കാരാണ്. സോ ട്രംപ് ഇതിനകത്ത് വളരെ പ്രധാന റോള് വഹിക്കുക എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്.